ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. വർഷങ്ങൾ ഏറെ മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഴ പെയ്തൊഴിയാത്ത ഒരു പ്രഭാതത്തിൽ ആൻ്റണി മാഷ് ഈറ്റ്സിൻ്റെ സുന്ദരമായ കവിതയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കുന്നു. ഫാദർ ഗില്ലിഗനെക്കുറിച്ചുള്ള കവിതയാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. മഞ്ഞു പൊഴിയുന്ന രാത്രിയിൽ ഏറെ ജോലി ചെയ്ത് തളർന്ന ഗില്ലിഗൻ എന്ന നാട്ടു വൈദികൻ, അദ്ദേഹം തീർത്തും തളർന്നവനായി കസേരയിലിരിക്കുന്നു. അറിയാതെ ശരീരം പരാതി പറഞ്ഞു പോയി. കഠിനമായ ജോലി, തീരാത്ത തിരക്ക്, ശരീരത്തിൻ്റെ അസ്വസ്ഥ്യങ്ങൾ, വേദന, പൊള്ളൽ, എരിച്ചിൽ. പെട്ടെന്ന് ആത്മാവ് ശരീരത്തെ കുറ്റപ്പെടുന്നു. അയ്യോ, അങ്ങനെ പറയാതിരിക്കുക, ദൈവമേ സോറി. ഏതോ മലഞ്ചെരുവിലെ മരണം കാത്തു കിടക്കുന്ന വൃദ്ധനെ തേടി പോകണമെന്നുള്ള വിളി ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്തൊരു പിടച്ചിൽ. വീണ്ടും യാത്ര, അന്ത്യകൂദാശ നടത്തുവാനാണ്. ഇപ്പോൾ പോകാമെന്ന മട്ടിൽ കസേരയിലൊന്ന് ചാരിയിരുന്ന അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറക്കത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് ഉത്തരവാദിത്വമുള്ള വൈദികൻ ചാടി എഴുന്നേറ്റു. പിന്നെ കുതിരപ്പുറത്ത് ഒരൊറ്റ പാച്ചിലാണ്. കാരണം ആത്മാവിന് രക്ഷപ്പെടണമല്ലോ, അന്ത്യകൂദാശ കൊടുക്കണം ആ പാവപ്പെട്ട മനുഷ്യന്. മലഞ്ചെരുവിൽ കുതിച്ചു പാഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. വാതിൽക്കൽ മുട്ടി അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ കുടുംബനാഥ അത്ഭുതത്തോട് ചോദിച്ചു, ഫാദർ അങ്ങ് വീണ്ടും വന്നോ? ഇദ്ദേഹം അമ്പരം നിൽക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നു, അങ്ങ് കൂദാശ നൽകി തിരിച്ചു പോയ ഉടൻ തന്നെ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ പുഞ്ചിരിച്ച് മരിച്ചു. വൈദികൻ അമ്പരം നിൽക്കുകയാണ്. പിന്നെ പാവം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. സർവ ഉപഗ്രഹങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവനായ അങ്ങ് കസേരയിൽ നിന്നുറങ്ങിപ്പോയ ഈ പാവപ്പെട്ടവൻ്റെ മേൽ കരുണ കാട്ടിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പാവം കണ്ണീർ വാർക്കുകയാണ്. അന്ന് 10ാം ക്ലാസ്സിൽ വലിയ ശ്രദ്ധയോടുകൂടി ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന ഞാൻ മനസ്സിൽ സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങുന്നു. ഇതുപോലെ ഒരാളാകണം, അച്ഛനാകണം, ഇതുപോലൊരു വൈദികൻ. ഇങ്ങനെ ഓടി നടന്ന് സ്വയം വ്യയം ചെയ്ത് മെഴുകുതിരിയുടെ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾ, ദൈവത്തിൻ്റെ കാറ്റ് പോലെ, ദൈവത്തിൻ്റെ ആത്മാവ് പോലെ, ദൈവത്തിൻ്റെ മഴമേഘം പോലെ. അങ്ങനെ ഒരു നാൾ അച്ഛനാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ജീവിത യാത്ര ഇപ്പോൾ 20 വർഷം പിന്നിട്ട് അങ്ങനെ സ്വച്ഛമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഹൃദയത്തെ തൊടുന്ന മറ്റൊരു കവിത വായിച്ചത് ഐറിഷ് കവിയായ ഹീനിയുടെ കവിത. ആ കവിത വീണ്ടും പൗരോഹിത്യത്തിൻ്റെ നിർമ്മലതയുടെ വഴികളിലൂടെ നമ്മെ വഴി നടത്തുന്നുണ്ട്. ചെറു മുറിയിൽ നിന്നും പുറത്തേക്ക് കൈകൾ വിരിച്ച് ഫാദർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത പക്ഷി അദ്ദേഹത്തിൻ്റെ കൈക്കുടനയിൽ മുട്ടയിടുന്നു. മെല്ലെ മുട്ടയിൽ അടയിരിക്കുന്നു. ഈ കവി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ അച്ഛൻ എത്ര നാളിങ്ങനെ കൈക്കുടന്ന പ്രാർത്ഥനാ രൂപത്തിൽ പുറത്തേക്ക് തൂക്കിയിടും? ഈ കിളി മുട്ടമേൽ അടയിരുന്ന് മുട്ട വിരിയിച്ച് പിന്നെ കുഞ്ഞിന് പറക്കാനാവുന്ന വിധത്തിൽ കരുത്തു വന്ന് കഴിയുന്ന നാൾ വരെ അദ്ദേഹം അങ്ങനെ ഇരിക്കുമായിരിക്കും, ഒരു പ്രാർത്ഥന പോലെ. അപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥന വരുന്നു, ദൈവമേ ഇതുപോലെയൊക്കെ ആകാൻ കരുണ തരണമേ, കനിവ് തരണമേ എന്ന്. ഇത്രയൊക്കെ ആമുഖമായി പറയുന്നത് എൻ്റെ കൈവശം ഇരിക്കുന്നൊരു പുസ്തകം വാചാലമായി സംസാരിച്ചു തുടങ്ങുന്നതുകൊണ്ടാണ്. ആൾത്തർ ക്രിസ്തുസ്, പുരോഹിത വിചാരങ്ങൾ, എഡിറ്റർ ഫാദർ മാർട്ടിൻ ശങ്കുരിക്കൽ. ഈ പുസ്തകത്തിൽ വൈദിക ജീവിതത്തിൻ്റെ കാണുന്ന പുറങ്ങളിലെയും കാണാപ്പുറങ്ങളിലൂടെയുമൊക്കെയുള്ള യാത്രകൾ കുറിപ്പുകളായി ചേർത്ത് വച്ചിരിക്കുന്നു. കുറേ കോറലുകളാണ്, പക്ഷേ സുന്ദരമായിരിക്കുന്നു. ഞാനൊരു വൈദികനായതുകൊണ്ടായിരിക്കാം ഹൃദയത്തെ എവിടെയൊക്കെയോ ആരൊക്കെയോ തൊടുന്ന പോലൊരു തോന്നൽ. വായിച്ചു കഴിയുമ്പോൾ മനസ്സിന് എവിടെയൊക്കെയോ ഒരു നിറവ്.
ആരാണ് വൈദികൻ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമമായിരിക്കാം പുസ്തകത്തിലുടനീളം. ആദ്യം തന്നെ അതിനുത്തരം നൽകുക സെയിൻറ്റ് പോളാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ്. സത്യമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയ ഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ. എന്തൊരു സമാശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ ശുപാർശക്കത്ത്. അങ്ങനെ ദൈവത്തിൻ്റെ ശുപാർശക്കത്തായി ജീവിക്കുവാൻ ഓരോ വൈദികനും സാധിക്കട്ടെ എന്ന് പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഡച്ച് ആർട്ടിസ്റ്റ് ഹിരോണിമസ് ബോഷിൻ്റെ. അതിൽ ക്രിസ്തു കുരിശും പേറി കാൽവരിയിലേക്ക് നടക്കുന്നു. ആ ചിത്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വൈദികൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നുണ്ട്. നല്ല കള്ളൻ താഴേക്ക് ഇറങ്ങി വന്ന് കുമ്പസാരിക്കുന്നു. ക്രിസ്തു നടന്നു പോകുന്ന വഴിയിൽ ആദാമിൻ്റെ എല്ലുകൾ കാണാം. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവുമൊക്കെ ചിത്രത്തിൽ ബന്ധിപ്പിക്കപ്പെടുന്നു. ക്രിസ്തു പുരോഹിതനിലൂടെ, പ്രതിപുരുഷനിലൂടെ സംസാരിച്ചു തുടങ്ങുന്നു. പാപങ്ങൾ വീണ്ടും ക്ഷമിച്ചു തുടങ്ങുന്നു. ഒരു തുടർച്ച. ഈ തുടർച്ചയുടെ ഏറ്റവും സിമ്പിളായ ഒരു കണ്ണിയാണ് പുരോഹിതൻ എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി ഓരോ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മാർത്ഥതയുടെ തിളക്കം കാണുന്നുണ്ട്. തേലക്കാട്ടച്ചൻ പൗരോഹിത്യത്തെ ഇങ്ങനെ സുന്ദരമായിട്ട് നിർവചിക്കുന്നുണ്ട്. അവൻ്റെ വേഷം ഞാൻ കെട്ടിയാടിയതിൻ്റെ കഥയാണ് എൻ്റെ പൗരോഹിത്യം. സത്യമാണത്. ഡോൺ കിക്സോട്ടിൽ അലോൺസോ എന്ന കഥാപാത്രം ഉണ്ടല്ലോ, അയാൾ ഒരു പ്രഭാതത്തിൽ വെറും കോമാളിയെപ്പോലുള്ള മനുഷ്യനാണ്. ഒരു പ്രഭാതത്തിൽ അയാൾ ഇറങ്ങി പുറപ്പെടുന്നു. ഏതൊക്കെയോ മാടമ്പിയുടെ വസ്ത്രം എടുത്തണിഞ്ഞ് കാൽപ്പനികമായ ചിന്തകളോടുകൂടി ലോകത്തെ കീഴടക്കുവാൻ എന്ന മട്ടിൽ അയാൾ നടക്കുകയാണ്. അയാൾക്ക് ചേരാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അയാൾക്ക് ചേരാത്ത സങ്കല്പ ലോകത്തിൽ നടക്കുന്ന ഒരുവനെ പോലെ. പക്ഷെ അതാണ് അയാളുടെ ആ ഭ്രാന്താണ് അയാളുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തേലക്കാട്ടച്ചൻ സുന്ദരമായി പറഞ്ഞു തുടങ്ങുന്നു, ഒരുപക്ഷെ ഞാൻ അവൻ്റെ വേഷം കെട്ടി ആടിക്കഴിയുമ്പോൾ അതായിരിക്കാം ഞാൻ പൗരോഹിത്യത്തിന് നൽകുന്ന നിർവചനം. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, ഞാനല്ലാത്തവൻ്റെ വേഷം ഞാൻ കെട്ടി അവനാകാൻ ശ്രമിക്കുകയും അവൻ്റെ പടവെട്ടി ജീവിതം അവസാനിപ്പിക്കുകയും അതിൽ ദുരന്താനുഭവമുണ്ട്. അത് കുരിശിൽ കിടക്കുന്നവൻ്റെ അനുഭവമാണ്. സത്യത്തിൽ ഞങ്ങളൊക്കെ ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ വേണ്ടി ഒരു പരിധിവരെ പെടാപ്പാട് പെടുന്നവരാണ്. പക്ഷെ ആ പെടാപ്പാട് പെടലിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. ഹെർഡലിൻ സുന്ദരമായിട്ട് ഇങ്ങനെ എഴുതി വച്ചു, ദൈവത്തെ എപ്പോഴും വഹിക്കുക മനുഷ്യന് ദുസ്സഹമാണ്. സത്യമാണത്. ദൈവത്തെ എപ്പോഴും വഹിക്കുക മനുഷ്യന് ദുസ്സഹമാണ്. വീണ്ടും അച്ഛൻ എഴുതുന്നു, എൻ്റെ കഥ നിൻ്റെ കഥയാക്കി മാറ്റാനുള്ള എൻ്റെ പുറപ്പാട് നിരന്തരം പരാജയമായി മാറുന്നുണ്ട്. എങ്കിലും ആയിരിക്കുന്ന കഥയെ ആകാമായിരുന്ന കഥ വേട്ടയാടുന്ന വേദനയും ആ വേദനയോടെ അപരൻ എന്നിൽ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ജീവിതം മറ്റൊരു ദുരന്താനുഭവമാകുന്നു എന്ന് വല്ലാത്ത ധർമ്മസങ്കടം. നാളേക്ക് വേണ്ടി ഇന്നിനെ ബലി ചെയ്തവന് എന്ത് കിട്ടി? നാളെ ജനിക്കുന്നില്ല, ഇന്ന് നഷ്ടമാകുകയും ചെയ്തു. വിജയമില്ല എന്നറിഞ്ഞ് പടവെട്ടുന്നത് എന്തിന്? ക്രൂശിതനെ പിന്തുടരുന്നവൻ്റെ ദുരന്താനുഭവം, അവന് വിജയമില്ല. വിജയം ഈ ലോകത്തിൻ്റെ ഭാഷയാണ്. എൻ്റെ ദൈവമേ എന്നൊരു കരച്ചിൽ അകത്തുനിന്ന് പുറപ്പെടും. പക്ഷേ കുരിശിൽ കിടക്കുമ്പോഴുമുള്ള ഒരു ആനന്ദ അനുഭൂതിയുണ്ട്, ഒരു ബിയാറ്റിഫിക് വിഷൻ. സത്യത്തിൽ ആ ഒരു ആനന്ദാനുഭൂതിയാണ് ഒരു പുരോഹിതനെ മുന്നോട്ട് നയിക്കേണ്ടത്. അതല്ലാതെ തീർന്നു പോകുന്ന ഏതൊക്കെയോ ആഹ്ലാദങ്ങളും ലോകത്തിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ പുരോഹിതനല്ലാതായി മാറുന്നു. അവൻ പിന്നെ എന്തൊക്കെയോ ആണ്. ഇപ്പോൾ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുക,
പുരോഹിതൻ്റെ വഴി മറന്നുകൊണ്ട് ഏതൊക്കെയോ താൽക്കാലിക ആഹ്ലാദങ്ങളുടെ ഇരുട്ട് വഴികളിലൂടെ നടക്കുന്നു. അതുമല്ല ഇതുമല്ല എന്ന അവസ്ഥയിൽ പ്രകാശം കെട്ട് പിന്നെ എന്തൊക്കെയോ കട്ടെടുക്കുവാനുള്ള ശ്രമത്തോടു കൂടി അയാൾ നടക്കുകയാണ്. അതിനെ പൗരോഹിത്യം എന്നൊന്നും വിളിച്ചുകൂടാ. ഇനി ഇങ്ങനെ ജീവിക്കുന്നതിന് ഒരു സുഖമില്ലേ? ഒന്നുമല്ലാതെ ജീവിക്കുക. എല്ലായിടത്തും എല്ലാവരും എല്ലാമാകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒന്നും ആകാതിരിക്കുവാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത സൗന്ദര്യമുണ്ട്. ഒന്നും ആകാതിരിക്കുവാൻ വേണ്ടി ഒരാൾ ഓടുന്നതിന് ഒരു സുഖമില്ലേ? എന്തെങ്കിലും ആകാൻ, സംബടി ആകാൻ ശ്രമിക്കുന്നതിനിടയിൽ നോബടി ആകണം എനിക്ക് എന്നൊരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിനൊരു സുഖമില്ലേ? അപ്പോൾ നോബടി ആകാനുള്ളൊരു വൊക്കേഷനാണ് പ്രീസ്റ്റ്ഹുഡ് എന്ന് ഞാൻ കരുതുന്നു. ആവർത്തിക്കുകയാണ്, നോബടി ആകാനുള്ള ഒരു വൊക്കേഷനാണ് പ്രീസ്റ്റ്ഹുഡ് എന്ന് ഞാൻ കരുതുന്നു. പുസ്തകത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത എടുത്തെഴുതിയിട്ടുണ്ട്. ധ്യാനിക്കാൻ തോന്നി ഇതിൻ്റെ ഓരോ വരികളും. ധ്യാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി തന്നെ അതൊന്ന് വെറുതെ ചൊല്ലിത്തുടങ്ങുകയാണ്. അയാൾ ആരുമാകാം. കവിത തുടങ്ങുന്നത് അങ്ങനെയാണ്. അയാൾ ആരുമാകാം. ജീവിതം അയാൾക്ക് സ്വൈര്യം കൊടുത്തില്ല. വിശ്രമിക്കാൻ ഒരു ചാരുകസേര കൊടുത്തില്ല. ഇണചേരാൻ ഒരിടം, ഒരു പാത്രം മറവി, ഇരവിലോ പകലിലോ ഭയരഹിതമായൊരു നിമിഷം ഒന്നും കൊടുത്തില്ല. എന്നാൽ അയാളോ ജീവിക്കുന്ന ഓരോ നിമിഷത്തിനും വാടക കൊടുത്തു. ഓരോ സ്വപ്നത്തിനും നികുതി കൊടുത്തു. അന്യരെ വിൽക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ വിറ്റു തീർത്തു. സുഖവും ദുഃഖവും സഹിച്ച് അയാൾ വിളഞ്ഞ് കടുത്തു. എങ്കിലും ചിലരെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാൾ നിരാശനാകുന്നില്ല. ചിലരാൽ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് അയാൾ ആനന്ദിക്കാതിരിക്കുന്നില്ല. അതിലധികം ആഗ്രഹിക്കാത്തത് കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യില്ല. ഒരു നിമിഷം പോലും പൊരുതാതിരിക്കുന്നുമില്ല. ഒടുവിൽ തോറ്റിട്ടും കളി തുടരുന്ന ഈ ചതുരംഗക്കാരനോട് പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് മടുത്തില്ലേ? അയാൾ പറഞ്ഞു, ഞാൻ സംതൃപ്തനാണ്. ഇതിൽ പരം സുന്ദരമായി എങ്ങനെ ഈ യാത്രയെ വ്യാഖ്യാനിക്കും? ഏത് ചതുരംഗക്കളിയിൽ തോറ്റിട്ടും സംതൃപ്തിയോടുകൂടി ഒരാൾ പറയുകയാണ്, ഞാൻ സംതൃപ്തനാണ്. എന്തും നേടി? ലോകം ചോദിക്കുന്നു. ഒന്നും നേടിയില്ല, എന്നിട്ടും ഞാൻ സംതൃപ്തനാണ്. ഇങ്ങനെ പറയുവാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ഇനി പുരോഹിത ശബ്ദത്തിൻ്റെ ഈ പദത്തിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഋഗ്വേദ സൂക്തത്തിലെ അഗ്നിമീളെ പുരോഹിതം എന്ന പ്രസിദ്ധമായ പുരോഹിത അർത്ഥത്തിൻ്റെ ശബ്ദം, ആ ശബ്ദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുരം എന്ന വാക്കിന് ശരീരം, വ്യക്തി, ഗ്രാമം, നഗരം, സമൂഹം, പ്രപഞ്ചം എന്നൊക്കെ അർത്ഥം. ഇനി ഹിതം എന്നാൽ ശ്രേയസ്കരം എന്നർത്ഥം. രണ്ട് തരത്തിലുണ്ട്, പ്രേയസുണ്ട്, ശ്രേയസ്സുണ്ട്. പ്രേയസ് എന്നുള്ളത് ഇന്ദ്രിയ മനസ്സുകൾക്ക് സുഖദുഃഖങ്ങൾ നൽകുന്ന ഏത് കർമ്മവുമാണ്. എന്നാൽ ശ്രേയസ് എന്ന് പറയുന്നത് ഇന്ദ്രിയ മനസ്സുകൾക്ക് ശാശ്വത സുഖം നൽകുന്ന കർമ്മമാണ്. അപ്പോൾ പുരോഹിതൻ പുരത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നത്, പ്രപഞ്ചത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്നത് വെറും പ്രേയസല്ല, ശ്രേയസാണ്. അതായത് നിലനിൽക്കുന്ന, ഒരിക്കലും ചോരാത്ത ആനന്ദം. ഈ ലോകത്തിൽ ഇല്ലാത്ത, എന്നാൽ അനശ്വര കൂടാരങ്ങളോളം നീണ്ടു പോകുന്ന ഒരു തരം തീരാത്ത ആനന്ദം. ഈ ആനന്ദം, ഈ വളർച്ച, ഇത് നൽകുവാൻ വേണ്ടിയാണ് ഒരാൾ പുരോഹിതനാകുന്നത്. അങ്ങനെ പുരോഹിതനാകുമ്പോൾ അയാൾ ഒന്നിനെ സ്വന്തമാക്കുന്നില്ല. ജോൺ ഓഫ് ദ ക്രോസിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ഹാവിങ് എവറിത്തിങ് ട്രൈ ടു ഹാവ് നത്തിങ്, ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ഹാവിങ് സം everything, everyone, try to have no one. In order to arrive at being above everyone, try to be above no one. ഇതാണ് ഓരോ പുരോഹിതൻ്റെയും പ്രാർത്ഥന ആകേണ്ടത്. എല്ലാമായി തീരാൻ വേണ്ടി ഒന്നും ആകാതിരിക്കാൻ ആഗ്രഹിക്കുക, എല്ലാവർക്കും മുകളിലാകാൻ വേണ്ടി ആരുടെയും മുകളിലാകാതിരിക്കുക, എല്ലാവരെയും സ്വന്തമാക്കാൻ വേണ്ടി ആരെയും സ്വന്തമാക്കാതിരിക്കുക. ഇങ്ങനെ വെയിൽ പോലെ, മഞ്ഞ് പോലെ, മഴ പോലെ ഒരാൾ പരന്ന് താഴേക്ക് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് പൗരോഹിത്യത്തിൻ്റെ അർത്ഥവും എന്ന് തിരിച്ചറിയുമ്പോൾ ഒരാൾ പെട്ടെന്നങ്ങ്
ഒരുതരം പൂവ് വിരിയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൽ ഡോക്ടർ ബാബു പോൾ പറയുന്നത് പോലെ പണിയല്ല, വിളിയാണ് പൗരോഹിത്യം എന്ന് തിരിച്ചറിയുകയാണ്. ഇത് പണിയല്ല, ഒരു വിളിയാണ്. ദൈവം സ്നേഹത്തോടു കൂടി വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ പുരോഹിതൻ എന്തായി തീരരുത് എന്നും ശ്രീ ബാബു പോൾ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുരോഹിതൻ എന്ന പദമൊക്കെ വിവേചിച്ച് അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിനിടയിൽ മറക്കാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പണ്ടത്തെ ഒരു ശ്ലോകമുണ്ട്, അതിങ്ങനെയാണ്: പുരീഷസ്യ ചരോഷസ്യ ഹിംസായ തസ്കരസ്യ ച ആദ്യക്ഷരാണി സംഗ്രഹ്യ വേദാശ്ച ക്രേ പുരോഹിത. എൻ്റെ അർത്ഥം എന്താണ്? പുരീഷവും ചരോഷവും ഹിംസയും തസ്കരനും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർന്ന് കഴിയുമ്പോഴാണ് പുരോഹിതനായി തീരുന്നത് അത്രേ. അപ്പോൾ ദേഷ്യമൊന്നുമില്ലാതെ ഇതൊന്ന് ധ്യാനിച്ചാൽ മാത്രം മതിയാവും. പുരോഹിതൻ എന്ന പദത്തിൽ ഇത് എഴുതിയ ആൾക്ക് ഒരു തസ്കരനെയും കള്ളനെയും ഹിംസ ചെയ്യുന്ന ഒരാളെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറുന്ന ആളെയും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടത്രേ. അപ്പോൾ ഞാൻ എന്നെ പുരോഹിതൻ എന്ന് വിളിക്കുമ്പോൾ എന്നിലൊരു കള്ളൻ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല ചോദ്യം തന്നെയല്ലേ. അതുപോലെ തന്നെ ഹിംസ എന്നിൽ ഒളിഞ്ഞു കിടക്കുമ്പോഴാണോ ആ ഹിംസയെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക? മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന എന്തൊക്കെയോ ഭാവം എന്നിലുണ്ടോ? ഇത് ഞാൻ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. കാരമസോവ് ബ്രദേഴ്സിൽ സോസിമോ എന്ന സന്യാസി വൈദികൻ മറ്റ് സന്യാസികളോട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ കൈക്കുറ്റപ്പാടുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. മറ്റുള്ളവരുടെ കൈക്കുറ്റപ്പാടുകളൊക്കെ നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. അങ്ങനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ജീവിതം കുറച്ചും കൂടി സുന്ദരമായി മാറും. ദ വിക്കാർ ഓഫ് വേക്ക്ഫീൽഡ് അതിൽ ഇങ്ങനെയാണ് പുരോഹിതനെ അവതരിപ്പിക്കുന്നത്. ആ പുരോഹിതൻ ഗ്രാമപാതയിലൂടെ നടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും ക്രിസ്തു താഴേക്ക് നടന്നിറങ്ങുന്നത് പോലുള്ള അനുഭവമാണ് ഗ്രാമവാസികൾക്കുണ്ടായിരുന്നത്. ആ വൈദികൻ ഗ്രാമപാതയിലൂടെ നടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും ക്രിസ്തു തന്നെ താഴേക്ക് നടന്നിറങ്ങി വരികയാണെന്നുള്ള തോന്നലാണ് ഗ്രാമീണർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാകണമല്ലോ. അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടണം, അതായത് ഇദ്ദേഹം അച്ഛനാകാൻ തന്നെ ജനിച്ചയാളായിരുന്നു. അങ്ങനെ പറയപ്പെടുമ്പോൾ ആ അച്ഛനിലൂടെ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു കൃപയുടെ കർമ്മമുണ്ട്, അതനുഷ്ഠിക്കപ്പെടുന്നു, അതൊരു ഓർമ്മയായി മാറുകയും ചെയ്യുന്നു. വീണ്ടും പല പല ആർട്ടിക്കിളിലൂടെ കടന്നു പോവുകയാണ്. വൈദികരെ അടുത്തറിഞ്ഞ ആളുകളുടെ കുറേ നല്ല ഓർമ്മകൾ ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അദ്ദേഹം പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനായ ജോസഫ് ഇരമ്പൻ പിതാവിൻ്റെ ഖബറിടത്തിൽ എഴുതി ചേർത്തത് വായിച്ച് ഒരു ധ്യാനമാക്കി മാറ്റുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഹംബിൾ, സിമ്പിൾ, ഹോളി, ഹാപ്പി. എന്നിട്ട് ജസ്റ്റിസ് പറയുന്നു, ഒരച്ഛൻ്റെ ജീവിതത്തിൻ്റെ നിർവചനം ഇത് തന്നെയായിരിക്കണം: ഹംബിൾ, സിമ്പിൾ, ഹോളി, ഹാപ്പി. എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹോളിനെസ് ആണ്. അൺലെസ് യു ആർ ഹാപ്പി യു കനോട്ട് ബി ഹോളി, അൺലെസ് യു ആർ ഹോളി യു കനോട്ട് ബി ഹാപ്പി. രണ്ടും ഒരേ സംഗതി തന്നെയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ എഴുതുന്നുണ്ട്, ഹോളിനെസ് മീൻസ് ലെറ്റിംഗ് ഗാഡ് ടു റൈറ്റ് യുവർ ഹിസ്റ്ററി. നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതാൻ നിൻ്റെ ദൈവത്തെ അനുവദിക്കലാണ് ഹോളിനെസ്. ഏതൊരു പുരോഹിതനും സ്വയം ചോദിക്കണം, ആം ഐ അലവിങ് ദ ഓൾമൈറ്റി ഫാദർ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ പേഴ്സണൽ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദൈവമാണോ? സത്യം പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമല്ല പല വൈദികരുടെയും ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ഉൾപ്പെടെ. ഇതാണ് ദുരന്തം എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ തന്നെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ്, ഞാൻ നിറഞ്ഞു തുളുമ്പിപ്പോകുന്നു, ഞാൻ കവിഞ്ഞു പോകുന്നു, ഞാൻ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകുന്നു, ഞാൻ എന്നിലൂടെ മാത്രം നടന്നു പോകുന്നു, ഞാൻ എന്നിൽ മാത്രം എത്തിച്ചേർന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവമല്ല എൻ്റെ ഹിസ്റ്ററി എഴുതുക. അപ്പോൾ ദൈവവിചാരമുള്ള അച്ഛൻ, പണ്ട് നമ്മളുടെ വില്ലേജ് ഓഫീസുകളിലും മറ്റും വൈദികരുടെ ജോലി എന്തെന്നുള്ളതിന് എഴുതി വച്ചിരുന്നത് ദൈവവിചാരം തൊഴിൽ എന്നാണ്.
ഇൻട്രസ്റ്റിംഗ് ആണത്. ദൈവവിചാരം തൊഴിൽ. ഈ അച്ഛൻ്റെ പണി എന്താണ്? ദൈവവിചാരം തൊഴിലാണ്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറക്കത്തിലും ഊണിലും കനവിലും നിലവിലും ഒക്കെ അയാൾ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരം കൊണ്ടിരിക്കുകയാണ്. ദൈവത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്, പൊതിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ തന്നെയാണോ ഓരോ വൈദികൻ എന്നൊരു ചോദ്യമാണ് മനസ്സിൽ നിറയുന്നത്. വീണ്ടും ജസ്റ്റിസ് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തിൻ്റെ പ്രകാശമാകണമെങ്കിൽ ഒരാൾ ആദ്യം ക്രിസ്തുവിൻ്റെ പ്രകാശമായിട്ട് മാറണം. ക്രിസ്തുവിൻ്റെ പ്രകാശം ഉള്ളിലുള്ള വ്യക്തിക്ക് മാത്രമേ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും നെഞ്ചത്ത് കൈവച്ചൊരു ചോദ്യം, ദൈവമേ നിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഞാൻ മാറുന്നുണ്ട്. ഇനി ക്രിസ്തു ഒരു പ്രവാചകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനും പ്രവാചകനായിരിക്കണമെന്ന് ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിലിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിരുന്നു. അതായത് ദൈവത്തിന് പകരം സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. പ്രോ ഫേമി വാക്കുകൾ അർത്ഥം തിരഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് പകരം സംസാരിക്കുന്നയാൾ. മറ്റൊരർത്ഥത്തിൽ സ്വന്തം നാവ് ദൈവത്തിന് കടം കൊടുത്തയാളാണ് പ്രവാചകൻ. അങ്ങനെ സ്വന്തം നാവ് ദൈവത്തിന് കടം കൊടുത്ത ആളായിട്ട് ഒരു പുരോഹിതൻ മാറുമ്പോൾ പിന്നെ അവനല്ല, ക്രിസ്തുവാണ് അവനിൽ ജീവിക്കേണ്ടത്. അവൻ്റെ ഓരോ ചലനവും വചന പ്രഘോഷണമായി മാറുന്നു. അങ്ങനെ ഓരോ ചലനവും പ്രഘോഷണമായി മാറുന്നതാണ് യഥാർത്ഥ പുരോഹിത ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ജീവിതം ഏറ്റവും സുന്ദരമായ ഒന്നായി മാറുകയാണ്. പുസ്തകത്തിൽ ഖലീൽ ജിബ്രാൻ എന്ന ദാർശനികനായ കവിയുടെ അതിസുന്ദരങ്ങളായ ചില കവിതകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് പൗരോഹിത്യവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നവയാണ്. അതിലൊന്ന് ഒരു വിശുദ്ധനെക്കുറിച്ചാണ്. മലമുകളിലുള്ള വിശുദ്ധൻ. അയാളെ തേടി കവർച്ചക്കാരനും കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരാളെത്തുന്നു. ശാന്തി തേടി എത്തിയതാണ്. ഇയാൾ കരഞ്ഞു പറയുന്നു, ഞാൻ വെറും കവർച്ചക്കാരനാണ്. വിശുദ്ധൻ പറയുന്നു, ഞാനും. എൻ്റെ പീഡകൾ എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, അവ എന്നെ നിരന്തരം വേട്ടയാടുന്നു. വിശുദ്ധൻ പറഞ്ഞു, എൻ്റെ പാപങ്ങളും എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളക്കാരൻ പറഞ്ഞു, പക്ഷേ ഞാനൊരു കൊലപാതകിയുമാണ്, രക്തക്കറ പുരണ്ട മനുഷ്യൻ. വിശുദ്ധൻ പറയുന്നു, ഞാനും കൊലപാതകിയാണ്, എൻ്റെ ഹൃദയത്തിലുണ്ട് രക്തക്കറ. കൊള്ളക്കാരൻ എഴുന്നേറ്റു, വിശുദ്ധൻ്റെ മുഖത്തേക്കാൾ തുറച്ചു നോക്കി, എന്നിട്ട് നിരാശ കലർന്ന മട്ടിൽ ഘനീഭവിച്ചൊരു കരിമേഘം പോലെ താഴേക്ക് ഇറങ്ങിപ്പോയി. കൂടെയുള്ളവർ പറഞ്ഞു, നിങ്ങളിലുള്ള വിശ്വാസം അയാൾക്ക് പോയില്ലേ? വിശ്വാസത്തോടെ വന്ന ആ മനുഷ്യൻ വിശ്വാസം നഷ്ടപ്പെട്ട് കടന്നുപോയി. അപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, സത്യമാണ്, ഇനി ഒരിക്കലും അയാൾ എന്നെ വിശ്വസിക്കില്ല. പക്ഷേ അയാളുടെ മനസ്സിന് ആശ്വാസം കിട്ടി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ താഴ്വാരത്തിൽ നിന്നും ഈ മനുഷ്യൻ്റെ പാട്ട് കേട്ടു. ആശ്വാസമുള്ളൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നൊരു പാട്ട്. ഇത് തന്നെയാണ് നല്ല വൈദികൻ അനുഷ്ഠിക്കുന്ന നല്ല കർമ്മം എന്നുള്ളത്. അതായത് ഒന്നുമാകാൻ ശ്രമിക്കാതെ അയാളെല്ലാവർക്കും എന്തൊക്കെയോ ആകാനുള്ള കൃപ കൊടുക്കുകയാണ്. വീണ്ടും ഖലീൽ ജിബ്രാൻ പറയുന്നു, പുസ്തകത്തിൽ രേഖപ്പെടുത്താത്ത 3 അത്ഭുതങ്ങൾ യേശുവിൻ്റേതായിട്ടുണ്ട്. ഒന്നാമത്തേത്, അവൻ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു മനുഷ്യനായിരുന്നു. 2, അവന് നർമ്മബോധം ഉണ്ടായിരുന്നു. 3, കീഴടക്കപ്പെട്ടെങ്കിലും കീഴടക്കിയവനാണ് താനെന്ന് അവനറിയാമായിരുന്നു. ഇതൊന്നും പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലത്രേ. ഇത് 3 കാര്യങ്ങളും പുരോഹിതനും നെഞ്ചോട് ചേർക്കേണ്ടതാണ്. മനുഷ്യനാണ് താൻ, പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നൊരു മനുഷ്യൻ. 2, ഈ ചുറ്റിലുള്ള ഇരുട്ടിനെക്കുറിച്ച് ഒരുപാട് പരാതി പറയുന്നതിന് പകരം വെളിച്ചം ആയി തീരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നർമ്മബോധം വേണം, ഹ്യൂമർ സെൻസോട് കൂടി ജീവിക്കണം. പിന്നെ ആരൊക്കെ അയാളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും അവരെയും കീഴടക്കിയവനാണ് താനെന്ന് അവന് പറയാൻ സാധിക്കണം. കീഴടക്കപ്പെട്ടെങ്കിലും കീഴടക്കിയവനാണ് താനെന്ന് പറയുന്ന വിധത്തിൽ ഒരുവന് ജീവിക്കുവാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ജീവിച്ചു കഴിയുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറുന്നു. വീണ്ടും ആരാണ് പുരോഹിതൻ എന്ന അർത്ഥം തിരഞ്ഞ് മറ്റൊരു കവിത കൂടി ഖലീൽ ജിബ്രാനിൽ നിന്നും. അനുഗ്രഹിക്കപ്പെട്ട പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും.
ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പർവ്വതമാണത്. അതിൻ്റെ ഉച്ചിയിൽ എത്തിച്ചേരാനായാൽ നിങ്ങൾക്ക് പിന്നെ ഒരാശയം ഉണ്ടാകൂ, ഇറങ്ങിപ്പോരാനും താഴെയറ്റത്തെ ആളുകളോടൊത്ത് കഴിയാനും. അതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ട പർവ്വതമെന്ന് അതിനെ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട പർവ്വതത്തിൻ്റെ ഉച്ചിയിലേക്ക് കയറിയിട്ട് പിന്നെ ഒരാശയോടുകൂടി, ആളുകൾക്ക് വേണ്ടി സ്വയം സമർപ്പണം ചെയ്യാനുള്ള ആശയോടുകൂടി പുരോഹിതൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ കൃപ പോലെ. പണ്ട് ഒരു വിശുദ്ധനായ വൈദികനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് എഴുതിയത്. അതിന് തുടക്കവരികൾ ഇങ്ങനെയായിരുന്നു: ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്തുപോലെ എന്തൊരു സുന്ദര ജീവിതം, വിണ്ണിൻ പുഞ്ചിരി തൂകുന്ന ജീവിതം. അങ്ങനെയായി മാറട്ടെ എൻ്റെയും സകല പുരോഹിതരുടെയും ജീവിതം. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്തുപോലുള്ള സുന്ദരമായ, ഏറ്റവും സുന്ദരമായ ജീവിതം. അതൊരാശംസയാണ്, അതൊരു പ്രാർത്ഥനയാണ്. ദൈവം എല്ലാവരെയും നല്ല യാത്രയ്ക്ക് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു.